കാര്യം പറ. അതിനു മുന്നേ കേശുവിനൊക്കെ വിളിക്കും. കേശുവേ, ദാ കേശവ്. സാർ അടുക്കളയിലായിരുന്നോ? ഓ, അവിടെ എന്തായിരുന്നു പരിപാടി? മുട്ട വെച്ചിരുന്നു. ഓ, കിട്ടിയ സമയത്തിന് തട്ടുവാണല്ലേ? പിന്നെ കിട്ടുന്ന സമയത്തല്ലേ ചേച്ചി തട്ടാൻ പറ്റൂ. സംഭവം എന്താ വിളിച്ചെന്തിനി? ആ ചേട്ടനോ സീരിയസ് ആയിട്ട് കാര്യം പറയണം. എന്തേട്ടാ? അത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് കേട്ടിട്ട് ആരും എന്നെ കളിയാക്കാനോ ബഹളം വെക്കാനോ നിൽക്കരുത് കേട്ടാ. കാരണം ഇത് കാരണം പ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഇത്ര എക്സൈറ്റ്മെന്റിന് ആവശ്യമില്ല. എനിക്ക് നിന്നെയാണ് പേടി. ചേട്ടാ കാര്യം എന്താന്ന് വെച്ചാ പറ. കൊറേ നേരമായി ഞാൻ ഇപ്പൊ പറയാൻ പോണ കാര്യത്തിൽ ഞാൻ നിരപരാധി. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ എല്ലാരും വിശ്വസിക്കണം കേട്ടാ. ഞാൻ അരമണിക്കൂറായിട്ട് ഇവിടെ പറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ ഒന്ന് കാര്യം പറ. ഞാൻ പറയാ, എന്റെ ഓഫീസിൽ എന്നെ ഒരു പെൺകുട്ടി പ്രപ്പോസ് ചെയ്തു. മുടിയൻ ചേട്ടൻ പെട്ടല്ലോ. എങ്ങനെ ഇരിക്കുന്നു? എനിക്ക് ചെറിയൊരു സ്ലിപ്പ് മാളവിയുടെ കാര്യത്തിൽ വന്നപ്പോ എല്ലാം കൂടെ എന്നെ വിട്ടിട്ട് വറുത്തെടുത്തില്ലേ. അത്ര സ്ലിപ്പ് ഒന്നും ഇല്ല കേട്ടാ. അത്ര വലിയ സ്ലിപ്പാക്കി എടുക്കണം. നിന്നെ പോലെ നല്ലത്. ചേട്ടാ അവിടെ ഇരുന്നേ. എന്നിട്ട് കാര്യം എന്താന്ന് പറ. എന്നിട്ട് ആ കുട്ടി എന്താ പറഞ്ഞ, ചേട്ടൻ എന്താ പറഞ്ഞ, രണ്ടുപേരും ഓക്കെ പറഞ്ഞ സെറ്റ് ആയ. ഒരു ദിവസം നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവരണോട്ടോ. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് പുറത്ത് കഫേയിൽ വെച്ച് മീറ്റ് ചെയ്യാം. ശിവൻ കേശും നമ്മുടെ കൂടെ വരും. പിന്നെ ആളെ കണ്ടു കഴിഞ്ഞ് ഞാൻ നാത്തൂനെ ഒന്ന് വിളിക്കത്തുള്ളൂ. 4 മണിക്കൂർ ഒരു തൊഴി തന്നാണ്ടല്ലോ. എടി എനിക്ക് അവൾ അങ്ങ് ആ രീതിയിലും ഒന്നും ഇഷ്ടമല്ലെന്ന്. എനിക്ക് അങ്ങനത്തെ താല്പര്യമൊന്നുമില്ല. പിന്നെ ഞാൻ ഇങ്ങനെ പറയണം അങ്ങോട്ട്. 1 മാസത്തിന് മുന്നേ ആണ് അവൾ എൻ്റെ അടുത്ത് ഈ കാര്യമൊക്കെ പറയണത്. ഞാൻ സമയത്ത് അങ്ങ് കേട്ടിട്ട് വിട്ടു. ഞാൻ തമാശ രീതിയിൽ അങ്ങ് വിട്ടു. പക്ഷെ അവളങ്ങ് സീരിയസ് ആക്കി. ഇപ്പൊ അവള് പറയാണ് 1-2 ദിവസത്തിനുള്ളിൽ യെസ് ഓർ നോ പറയണം. അത് പോസിറ്റീവ് മറുപടി ആയിരിക്കണം എന്ന്. 1-2 ദിവസത്തിന് യെസ് ഓർ നോ പോസിറ്റീവ് മറുപടിയാ? എന്താ അങ്ങനെ പറയണേ? ഇപ്പൊ ആളെ മനസ്സിലായല്ലോ. സംഭവം അവള് നല്ല സോഷ്യൽ മൈൻഡഡ് ആണ്, വെരി ഫ്രണ്ട്ലി ആണ്. പക്ഷേ ഞാൻ ചുരുക്കി പറയാം. ആ ചേച്ചിക്ക് ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. ചേച്ചിക്ക് ചേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റൂല. ചേട്ടൻ മറുപടി കൊടുക്കാൻ ലേറ്റ് ആയപ്പോ ആ ചേച്ചി വയലന്റ് ആയി കാണും. കറക്റ്റ്. സംഭവം ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ. അവളാണെങ്കിൽ ഓഫീസിൽ ഫുള്ളും പറഞ്ഞു വരുത്തി വെച്ചിരിക്കുക ഞാൻ അവൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. ഞാൻ തന്നെ ഇപ്പോഴാണ് കാര്യം അറിയണത്. അവളാണെങ്കിൽ ഇന്ന് തന്നെ മറുപടി കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വാശിയിൽ നിൽക്കുക. എനിക്കാണെങ്കിൽ ഞാൻ എന്ത് പറയാനാ. എനിക്ക് ഒറ്റയടിക്ക് അവളുടെ മുഖത്ത് പോയിട്ട് പറയാൻ പറ്റില്ലല്ലോ, ഞാൻ തമ്മിൽ സെറ്റ് ആവില്ല. അത് പറയാൻ ഒരു മടി. അത് ശരി. പേരെന്താ? നിൽജ. നിൽജ. അല്ലേട്ടാ, ഇപ്പൊ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്രൊസീഡ് ചെയ്തുകൂടെ? 1-2 വർഷം അടിച്ചു പൊളിച്ചു കിടക്കുക. എന്നിട്ട് ബാക്കി കാര്യങ്ങളും ഫ്യൂച്ചറും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യ്. എടി ഇതിപ്പോ പ്രശ്നവും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഷീ ഈസ് വെരി ഫ്രണ്ട്ലി. അവളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ അടിപൊളിയാണ്. അന്നൊരു വിഷയമില്ല. അത് പ്രശ്നം പറഞ്ഞു വരുമ്പോ നമുക്കാണ് പ്രശ്നം. നമുക്കെന്താ പ്രശ്നം? അവളെന്ന് പറഞ്ഞാൽ ഈ നൈറ്റ് പാർട്ടിയൊക്കെ എൻജോയ് ചെയ്യുന്ന ടൈപ്പ് ഒരു ഗേളാ. രാത്രി എത്ര ലേറ്റ് ആയാലും പോയിട്ട് ഷീ ഈസ് വെരി കൂൾ. ഇപ്പൊ എനിക്ക് നൈറ്റ് പാർട്ടീസ് ഇഷ്ടമാണ്. അത് നമ്മൾ തെറ്റാണെന്നല്ല പറയണത്. പക്ഷെ നമ്മുടെ അമ്മയച്ഛൻ്റെയും സൈഡിൽ നിന്ന് അവർ നോക്കുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുമോ? പറ്റിയില്ലെങ്കിൽ നമ്മൾ അവരുടെ സൈഡും കൂടി നോക്കിയിട്ടല്ലേ നമ്മ പ്രവർത്തിക്കുള്ളൂ, ഇല്ലേ? ഇപ്പൊ തന്നെ ഈ കാര്യം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല. എനിക്ക് നിങ്ങളോട് പറഞ്ഞാലേ ശരിയുള്ളൂ. അപ്പം നമ്മളങ്ങനെ ആയിപ്പോയി. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ബോണ്ടിങ്. അത്ര നല്ലതാണ്, പക്ഷെ നല്ലതല്ല. അതാ പറഞ്ഞ നമ്മുടെ കുടുംബം ഓർത്തഡോക്സ് ഫാമിലി. അവള് ഞാൻ സെറ്റ് ആവില്ലടേ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് വയ്യ. ഞാനിനി ഓഫീസിൽ പോയിട്ട് കാരണം എനിക്ക് സമാധാനത്തോടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഈ ചെറിയ കാര്യത്തിനൊക്കെ ചേട്ടൻ ഒളിച്ചോണം നിൽക്കണം എന്തിനാട്ടാ? പിന്നെ ആ കുട്ടിയുടെ നമ്പറില്ല കയ്യില്? എന്തിനാണ്? ഞാൻ ഇപ്പൊ ഡീൽ ചെയ്ത് തരാം. അതുകൊണ്ടോ? ശരിയാവില്ല. ആ നമ്പർ കാണിക്കാൻ പ്രശ്നമൊക്കെ മിണ്ടാതിരി. ഞാൻ ഇത് ഡീൽ ചെയ്ത് തരാം. പറ. ചേച്ചി ശരിക്കും എന്ത് ചെയ്യാൻ പോണു? ഹലോ, നിൽജി അല്ലേ? ഹായ് നിൽജ, ഞാൻ ലക്ഷ്മിയാണ്, വിഷ്ണുവിന്റെ സിസ്റ്റർ. അല്ല, നിങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നില്ലേ വിഷ്ണു ബാലചന്ദ്രൻ തമ്പി? ആളുടെ അനീതിയാ. ഇവിടെ ചേട്ടൻ നമ്മുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ നിൽജ, പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. ഇവിടെ ആക്ച്വലി ചെറിയൊരു പ്രശ്നമുണ്ട്. അതെന്താന്ന് വെച്ചാലേ, ഞങ്ങളുടെ ചേട്ടൻ്റെ കല്യാണം നെയ്യാറ്റിൻകരയിൽ ഞങ്ങളുടെ ഒരു കസിനുണ്ട്. ആ കുട്ടിയായിട്ട് ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. അതെ 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 അതെ. അല്ല, ആ കുട്ടിയും ഭയങ്കര പ്രതീക്ഷയിലൊക്കെയാണ്. അതാ. അല്ല, ചേട്ടൻ്റെ നിൽജനം ഇങ്ങനെ കാര്യമൊക്കെയാണ്. നിങ്ങൾക്ക് ചേട്ടൻ ദേഷ്യമൊന്നുമില്ല. പക്ഷെ ചേട്ടന് ഇതിൽ നിന്നും ഒഴിവാവാൻ പറ്റില്ല. കാരണം 2 ഫാമിലിയുടെയും അതെ എല്ലാരും ഇൻവോൾവ് ആയല്ലോ, കുടുംബക്കാരൊക്കെ. അതാണ്.
ആ അല്ല ഇനിയിപ്പോൾ ഇതേ നടക്കത്തുള്ളൂ, വേറെ ഓപ്ഷനൊന്നുമില്ല, ചേട്ടനൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതെ, അല്ല ഞാൻ പറഞ്ഞത് നിൽജയ്ക്ക് മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ. ഇല്ല നിൽജ, ചേട്ടൻ നിൽജയുടെ അടുത്ത് കുഴപ്പമൊന്നുമില്ല, ചേട്ടൻ ഭയങ്കര കൂളാണ്. അല്ല നിൽജ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ചേട്ടൻ ഇങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യാതിരുന്നുള്ളൂ. ചേട്ടനെ നിൽജയുടെ അടുത്ത് ഇങ്ങനെ പറയാനൊരു മടി, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറഞ്ഞേ. ആ ഇല്ല ചേട്ടൻ നിൽജനെ വിളിച്ചോളും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ നിൽജ. അല്ല നമുക്കൊരു ദിവസം മീറ്റ് ചെയ്യണം കേട്ടോ പുറത്ത് വെച്ചിട്ട്. ശരി ഞാൻ പറയാം. ഓക്കെ ഓക്കെ. ഇറ്റ്സ് ഡൺ മാൻ. അത്രേ ഉള്ളൂ? കൺവിൻസ് ആയ അവള്? 50% കൺവിൻസ് ആയിട്ട് ബാക്കി 50% ചേട്ടൻ ഡീൽ ചെയ്തോളാം. ഇതിനാണ് ഞാൻ കിടന്ന് ടെൻഷൻ അടിച്ചത്. അയ്യോ ഒന്നും അറിയാത്തൊരു പൊട്ടൻ. ഇപ്പൊ കറക്റ്റ് പൊട്ടൻ.